അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ ഈ ഇരുത്തൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കുറേ നാളായി ഞാൻ യൂട്യൂബ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലെയായി. ശരിക്കും 1-2 മാസമൊക്കെ ആയി. അപ്പം മുതൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ള കുറേ ഡൗട്ടുകളാണ്. അപ്പം അതിനുള്ള കുറച്ച് ഉത്തരങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒറ്റൊരു പ്രാവശ്യമാണ് അതിന് ഉള്ള റിപ്ലൈ തരുന്നുള്ളൂ. കുറേ പേര് ഒരു ക്വസ്റ്റ്യൻ തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി അധികം പറഞ്ഞിങ്ങനെ ചലിപ്പിക്കണില്ല, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ എടുത്ത് അതിന് റിപ്ലൈ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്കിനി വഴിയേ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അത് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും വരുന്നൊരു കമൻറ്റാണ് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ ആണത്. കുറേ പേര്, അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് എന്താണ് ജോലി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഐത്താട്ടൻ ബിസിനസ്സാണ്, ലേഡീസിൻ്റെ ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ്. ഇവിടെ അങ്ങാടിയിൽ തന്നെയാണ്, മഞ്ചേരി അങ്ങാടിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടെ അങ്ങ് കഴിഞ്ഞോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നിനൊരു സമയം അങ്ങോട്ട് കിട്ടാത്തതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, അതിന് ലീവില്ല, ഞായറാഴ്ച ദിവസമൊക്കെ ഷോപ്പ് ഓപ്പൺ ആണ്. അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഒരാളും കൂടെ എന്തായാലും വേണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആക്കിക്കണേ. എന്തായാലും ഹോം ടൂർ ഉണ്ടാവും, ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ക്വസ്റ്റ്യൻ, എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ തുറയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. നമ്മുടെ സ്ഥലം, വീട് വരുന്നത് തുറയ്ക്കൽ HMS സ്കൂളിൻ്റെ അടുത്ത്, കാഞ്ഞിരാട്ടുകുന്ന് എന്ന് പറയും കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ്, അവിടെയാണ് കേട്ടോ നമ്മൾ വീടിരിക്കുന്നത്. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് എന്താണ് ജോലി എന്ന് ചോദിക്കുന്നുണ്ട്. അതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അമ്മയ്ക്ക് എന്താണ് ജോലി എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അമ്മ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരിയിൽ തന്നെയുള്ള അത്യാവശ്യം നല്ല കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് കൊരമ്പയിൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അറ്റൻഡർ ആയിട്ടാണ് കേട്ടോ അമ്മ വർക്ക് ചെയ്യുന്നത്. നേഴ്സാണോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. നേഴ്സല്ല, അമ്മ അറ്റൻഡറാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ. അമ്മ അവിടെ ഇപ്പോൾ ഒരു 10-15 വർഷത്തോളമായി അമ്മ അവിടെ വർക്ക് ചെയ്യുന്നു. കൊരമ്പയിലെ സ്റ്റാഫാണ്. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ലവ് സ്റ്റോറി ചെയ്യുമോ ചേച്ചി എന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ലവ് സ്റ്റോറി നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ലവ് സ്റ്റോറി ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് വന്നിരുന്ന് പറയേണ്ട കാര്യമല്ലല്ലോ. അതിനും എനിക്ക് ഇതെണ്ണ വേണം, ആളെ അങ്ങനെ കിട്ടണില്ല, അതാണ്. അപ്പോൾ ആളിങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് അതും എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ 1-2 വാക്കുകൾ കൊണ്ട് ഒതുക്കാൻ പറ്റിയൊരു സ്റ്റോറി അല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് പാർട്ടായിട്ട് പറയാനാണ് പറ്റുള്ളൂ. 1, 2, 3 പാർട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതും അതിനുള്ള സമയത്താണ് നമുക്ക് അതും എന്താ പറയുക എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതും ഉടനെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ആളുടെ സമയവും സൗകര്യമൊക്കെ നമുക്ക് നോക്കണമല്ലോ. അങ്ങനെ അപ്പം എന്തായാലും ലവ് സ്റ്റോറി പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ ചോദിച്ചേക്കണത്, ചേച്ചി എന്താണ് പഠിച്ചതെന്നാണ് ചോദിച്ചേക്കണത്. ഞാൻ ഡിപ്ലോമയാണ് പഠിച്ചത്. +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമയാണ്, ആയുർവേദ നഴ്സിംഗ് ആണ് ഞാൻ പഠിച്ചത്. അപ്പം അതാണ് കേട്ടോ എൻ്റെ ക്വാളിഫിക്കേഷൻ. ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അഫ്കോഴ്സ് നമ്മുടെ ലവ് മാരേജ് ആണ്, അറേഞ്ച് മാരേജ് അല്ല, ലവ് മാരേജ് ആണ്. പക്ഷേ ലവ് വിത്ത് അറേഞ്ച്ഡ് ആണ് കേട്ടോ. കാരണം ലവ് ഞങ്ങൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെയാണ്, ലവ് വിത്ത് അറേഞ്ച് ആണ്. അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അതും ഒരു പകുതി വരെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിപ്പോൾ ഫുള്ള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ലവ് സ്റ്റോറിയിലേക്ക് പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ലവ് മാരേജ് ആണ് വിത്ത് അറേഞ്ച്ഡ്, അങ്ങനെയാണ് കേട്ടോ. അപ്പം അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ചേച്ചിയുടെ സ്വന്തം വീട് എവിടെയാണെന്ന് ചോദിച്ചവരുണ്ട്. എൻ്റെ സ്വന്തം വീട്
എറണാകുളം ജില്ലയിൽ കുത്താട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതായത് എറണാകുളത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും ഇടുക്കിയുടെ ഒക്കെ ഒരു സംഗമ കേന്ദ്രമാണ് ഈ കൂത്താട്ടുകുളം എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് എൻ്റെ വീട്, കൂത്താട്ടുകുളത്താണ് എൻ്റെ സ്വന്തം വീട് കേട്ടോ. പിന്നെ ചോദിച്ചേക്കണത് കുട്ടികളൊന്നും ആയിട്ടില്ലേ, ബേബി പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 years ആയി. 2 years കംപ്ലീറ്റ് ആവണു, 3 years സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഇനി വരുന്ന നെക്സ്റ്റ് നവംബർ 5 വരുമ്പം 3 years ആവും കേട്ടോ. ഇതുവരെയായിട്ട് നമുക്ക് മക്കളില്ല, കുട്ടികളൊന്നും ആയിട്ടില്ല. ബേബി പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ദൈവം നമുക്ക് തരാൻ ഒരു സമയം ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്തല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, എത്ര ആഗ്രഹിച്ചിരുന്നാലും ദൈവത്തിനൊരു പ്ലാനിങ് ഉണ്ട്. അതാണ് നമുക്ക്, അതിലൂടെയാണ് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. നമുക്ക് പ്ലാനിങ് ഉണ്ടോയെന്ന് വെച്ചാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എനിക്കും, ഐത്തണ്ണായാലും ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ അപ്പം അതിൻ്റെ എനിക്ക് PCODയുടെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട് 2 പേർക്കും. അപ്പം അത് ദൈവം വേഗം തന്നെ തരട്ടെ ഞങ്ങൾക്ക് ആ ഭാഗ്യം, ഒരു അമ്മയും അച്ഛനും ആവാനുള്ളൊരു ഭാഗ്യം വേഗം തന്നെ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഒപ്പം പ്രാർത്ഥിക്കുക. ദൈവം തന്നാൽ ഏത് നിമിഷവും 2 കൈ നീട്ടി, 2 കൈയല്ല 4 കൈയുണ്ട്, എൻ്റെ 2 കൈയും ഐത്തൻ്റെ 2 കൈയും 4 കൈയും നീട്ടി സ്വീകരിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും സമയമുണ്ടായിരിക്കും. ആ സമയത്തിൽ നമ്മളിലേക്ക് എത്തിപ്പെടേണ്ടത് എന്തായാലും നമ്മളിലേക്ക് എത്തിപ്പെടും. അങ്ങനെ അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്, ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് എത്ര മക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇവർ 3 മക്കളാണ് കേട്ടോ. ഏറ്റവും മൂത്തത് ചേച്ചിയാണ്. ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞു. ചേച്ചിക്ക് 3 കുട്ടികളുണ്ട്. ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ചേച്ചി ഇടയ്ക്ക് വരാറുണ്ട്, ഇടയ്ക്ക് വന്നും പോയൊക്കെ ഇരിക്കും. മക്കളൊക്കെ സ്കൂളിൽ പോണതാണ്. പിന്നെ ചേച്ചിയും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉള്ളപ്പോൾ അങ്ങ് വന്ന് പോകുന്നുള്ളൂ. അങ്ങനെ ചേച്ചിയാണ് ഏറ്റവും മൂത്തത്. അതിൻ്റെ താഴെയുള്ളതാണ് ഐത്തേട്ടൻ. പിന്നെ നമുക്കൊരു അനിയനും കൂടി ഉണ്ട്. അവനെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം അവനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പം എന്തെങ്കിലും ലീവ് ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നേ അച്ഛന് ബലിയിടുന്ന സമയത്ത്, കർക്കിടവാവിൻ്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉള്ളപ്പം വരും, അത്രേ ഉള്ളൂ. അവനും അങ്ങനെ ലീവ് അങ്ങനെ കാര്യമായിട്ട് കിട്ടില്ല. ഇനിയിപ്പം നെക്സ്റ്റ് എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഇവർ 3 മക്കളാണ് അമ്മയ്ക്കുള്ളത്. അച്ഛനില്ല. അച്ഛൻ ഇവരെ മക്കളുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ മരിച്ചു പോയതാണ്. അനിയനെ അമ്മ 2 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് അച്ഛൻ നമ്മളെ വിട്ടു പോയത്. അപ്പം അങ്ങനെ ഇപ്പം നിലവിൽ ഞാനും ഐത്തേട്ടനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളൂ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എന്ത് ഓയിലാണ് തലയിൽ തേക്കുന്നത്? എൻ്റെ മുടി അത്രയ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ആൻസർ പറയാം. ഞാൻ ചെമ്പരത്തിയാദി ഓയിലാണ് കേട്ടോ തേക്കുന്നത്. നമ്മുടെ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന, നമ്മുടെ സാധാരണ ഞാൻ കോട്ടക്കലിൻ്റെയാണ് ഉപയോഗിക്കൽ. ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ, കേര തൈലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ലതാണ്. എനിക്ക് അതിൻ്റെ റിവ്യൂ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓയിലാണ് കേട്ടോ, നല്ല ഓയിലാണ്. എനിക്ക് അത്യാവശ്യം, ഞാൻ പറഞ്ഞല്ലോ, PCOD പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്തായിരുന്നു. കാരണം മുടി സ്ട്രെയിറ്റ് ചെയ്ത് ആകെ കൊളാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത് ചെമ്പരത്തിയാദി ആ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുടി ഉണ്ടാവണത്. മുടി വളരുന്നുണ്ട് അങ്ങനെ. അപ്പം ഞാൻ ചെമ്പരത്തിയാദി ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്, ചേച്ചി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജോലി ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കല്യാണം വരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. 3 വർഷം ആവുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 3 years ആയല്ലോ. അപ്പം അതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2017 ഞാൻ വർക്കിന് കയറുന്നത്.
2022 വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 2017, 18, 19, 20, 21, 22 ഏകദേശം ഒരു 5-6 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കേരളത്തിന് പുറത്താണ് വർക്ക് ചെയ്തത്. അതായത് UP, മഹാരാഷ്ട്ര, തമിഴ്നാട്, അതുപോലെ തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, അങ്ങനെ എല്ലാ സ്ഥലത്തും കേരളത്തിന് പുറത്താണ് കൂടുതലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതും ഒരു വർക്കിംഗ് ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് ഇത്രയ്ക്കും തഴച്ചു വളരാൻ എന്താണ് ക്യാഷ് ഫ്ലോയ്ക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. കാരണം ക്യാഷ് ഫ്ലോ വച്ച സമയത്ത് നമ്മൾ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മുടെ ഗേറ്റിലാണ് ക്യാഷ് ഫ്ലോ വച്ചേക്കുന്നത്. ഗേറ്റിൻ്റെ 2 സൈഡിലുമായിട്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഒരു തൈയാണ് അത് വച്ചേക്കുന്നത്. ക്യാഷ് ഫ്ലോ ഏകദേശം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരു ഇയറിലാണ് ക്യാഷ് ഫ്ലോ വച്ചത്. കല്യാണം കഴിഞ്ഞൊരു 2-3 മാസം കൊണ്ടായിരുന്നു കേട്ടോ നമ്മൾ ക്യാഷ് ഫ്ലോ വച്ചത്. അപ്പോൾ ഏകദേശം ഒരു 3 വർഷം അതും ആയിട്ടുണ്ട്. അപ്പോൾ വച്ച സമയത്ത് നമ്മൾ ഇതേപോലെ 2 നേരം നനച്ചു കൊടുക്കുമായിരുന്നു. അതൊന്ന് വളർന്നൊന്ന് പിടിച്ചൊന്ന് ലെവലായി വരുന്ന ഒരു ടൈം വരെ നമ്മൾ 2 നേരം രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ വളം ഇട്ട് കൊടുക്കും. അതായത് മണ്ണിനകത്ത് മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ചകിരിച്ചോറും അതുപോലെ വളം ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമായിരുന്നു. അതിപ്പോഴും ചെയ്യും കേട്ടോ, അതിപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ക്യാഷ് ഫ്ലോയ്ക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും അത് വളരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്യാഷ് ഫ്ലോ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ, മാക്സിമം 2 ആഴ്ച കേട്ടോ, അതിൽ കൂടുതൽ നമ്മൾ പോകാറില്ല. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത്, അതായത് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് ഭയങ്കരമായിട്ട് വളർന്നു പോകും. അപ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യണത് 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. അത്രമാത്രമാണ് നമ്മൾ ക്യാഷ് ഫ്ലോയ്ക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇപ്പം മഴയൊക്കെ മാറി എല്ലായിടത്തും വെയിലൊക്കെ വന്നു, ഇവിടെയൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നനച്ചു കൊടുക്കാറുണ്ട്. വൈകിട്ട് അങ്ങനെ നനച്ചു കൊടുക്കാറില്ല. രാവിലെ ഒരു നേരം നമ്മൾ നനച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം പൂടുന്ന സമയമായി, ഇതിൻ്റെ സീസണായി വരുന്നു. അപ്പം പൂടുന്ന സമയമൊക്കെ ആയി വരുന്നു. അപ്പോൾ അങ്ങനെയാണ്, പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് ഒന്നും നമ്മൾ ചെയ്യണില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് പറഞ്ഞ പോലെ വളമയും ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്ത് മണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ല രീതിയിലാക്കി കൊടുക്കും. പിന്നെ അടുത്ത് നമ്മുടെ ക്യാഷ് ഫ്ലോവിനെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്യാഷ് ഫ്ലോ ചെടി അവിടെ കിടന്നാൽ പാമ്പുകൾ വന്നാൽ പേടിയാവില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുവരെയും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതായത് പാമ്പുകൾ കയറുമോ അല്ലെങ്കിൽ അങ്ങനെ ഇഴജന്തുക്കളൊന്നും ഇതുവരെയായിട്ടും നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ വന്നിട്ടില്ല. അത് വരാനും ചാൻസസ് കുറവാണ്. കാരണം അതിൻ്റെ ഇലകൾക്കടിയിൽ, അതായത് നമ്മുടെ ഒരു പൂച്ചേൻ്റെ നഖം പോലെ, അതായത് ഒരു തണ്ടിൻ്റെ അടിയിലുമായി ഇലകൾക്ക് അടിയിലൊക്കെ ആയിട്ടൊരു നഖം പോലെ ഒരു മുള്ളൊന്നും പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വന്ന് ഇറുകി പിടിക്കും. അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഈ ഇഴജന്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്തായാലും പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇതുവരെയായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് അതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഇഴജന്തുക്കൾ വരില്ലേ പേടിയാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഞാൻ കുറേയൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം തന്നെ ഞാൻ കമൻറ്റിൽ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ റിപ്ലൈ കിട്ടാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. കുറേ ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്. അതിപ്പോൾ നമ്മളിങ്ങനെ വലിച്ചു നീട്ടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് കുറേ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഞാനിതിന് ഒരു മറുപടി പറയാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.